എൻ്റെ പേര് നീതു. ഇതെൻ്റെ ഹസ്ബൻഡ് സോണി, 2 മക്കൾ അന്റോണിയോ, ആൻവിയ. ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2022 ഫെബ്രുവരി 17 ഞാനൊരു നഴ്സാണ്. ആ സമയത്ത് ഞാൻ ഉടമ്പടി എടുത്ത് ഒരു 6 നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് ശരിക്കും പാലിക്കാനോ അല്ലെങ്കിൽ പുതുക്കാനോ സാധിച്ചിട്ടുണ്ടായില്ല. അതിനോട് ഞാൻ മാതാവിനോട് മാപ്പ് ചോദിക്കുന്നു. പക്ഷേ മാതാവ് ഞങ്ങൾ അത്രയും എന്നിട്ട് ഞങ്ങൾ സംരക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഉടമ്പടി എടുത്ത് 4 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് 5 കൊല്ലം ഗ്യാപ്പ് ഉണ്ടായിരുന്നിട്ട് കൂടിയും എൻ്റെ ജോലി എനിക്ക് കിട്ടി. അതായത് അമല ഹോസ്പിറ്റലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അവിടെ 5 കൊല്ലം ഗ്യാപ്പ് ഉണ്ടായിട്ടും എടുക്കുക ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ഞാനിത് നിയോഗത്തിൽ വെച്ചൊരു കാര്യമല്ല. പക്ഷേ മാതാവ് അത് ഓർത്ത് എന്നെ അനുഗ്രഹിക്കുകയും എനിക്ക് ജോലി തരികയും ചെയ്തു. അത് ഞാൻ മാതാവിനോട് നന്ദി പറയുന്നു. രണ്ടാമത്തെ നിയോഗം ഞങ്ങൾക്ക് 4 പേർക്കും 2ാം ജന്മമാണ് ഞങ്ങൾക്ക് തന്നു മാതാവ്. ഞങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ച 25-ാം തീയതി ജൂൺ മാസം മൂന്നാർ സന്ദർശിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഞാനും എൻ്റെ കുടുംബവും പോയത്. അപ്പോൾ യാത്രയ്ക്ക് മുന്നോടിയായിട്ട് തന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. അത് മാതാവിൻ്റെ ഉടമ്പടി തൈലം ഉപയോഗിച്ച് ഞങ്ങൾ കാറിൻ്റെ മുൻവശത്തും പിൻവശത്തും ഞങ്ങൾ കുരിശ് വരച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങൾ സങ്കീർത്തനം 91 ഞങ്ങൾ ഉറക്കെ വായിച്ചായിരുന്നു. പിന്നെ എൻ്റെ ഉടമ്പടി കാശുരൂപം ഞാൻ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. മൂന്നാർ പോയി ഞായറാഴ്ച ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് അടിമാലി കഴിഞ്ഞു വളറ വെള്ളച്ചാട്ടത്തിന് സമീപത്തായിട്ട് ഞങ്ങളുടെ കാറ് നിയന്ത്രണം വിടുകയും താഴേക്ക് പോവുകയും ചെയ്തു. ഒരു 400 അടി താഴേക്ക് തലകീഴായി മറിഞ്ഞ് പോയി. എത്ര വട്ടം മറിഞ്ഞു എന്നുള്ളത് ഞങ്ങൾക്ക് അറിയണുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഞങ്ങൾ മാതാവിനെ വിളിച്ചു. മാതാവേ, എങ്ങനെയെങ്കിലും ഒന്ന് വാഹനം നിർത്തി തന്നാൽ മതി, മറിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, ഇത് എങ്ങനെയെങ്കിലും നിർത്തി തരണേന്ന് മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിച്ചുള്ളൂ. പക്ഷേ അവസാനം അതൊരു പാറയിൽ പോയി തലകീഴായിട്ട് നിൽക്കുകയായിരുന്നു കാറ്. അപ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് ആ സമയത്ത് അറിയണുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ പരസ്പരം ചോദിക്കുന്നുണ്ട്, ആരെങ്കിലും കണ്ടു കാണുമോ, അല്ലെങ്കിൽ ഇത് നമ്മളിവിടെ തന്നെ കിടക്കുമോ, നമ്മൾ എങ്ങനെ രക്ഷപ്പെടും എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് മാതാവ് ശരിക്കും ഞങ്ങൾക്ക് ധൈര്യം തരികയാണ് ചെയ്തത്. ഒരു ഇതിലും നമ്മൾ ഒന്നും ചെയ്തില്ല, പേടിക്കുകയൊന്നും ചെയ്യാണ്ട് തന്നെ മാതാവ് നമുക്ക് ധൈര്യം തന്നു. ഞങ്ങളാദ്യം ഇറങ്ങാൻ നോക്കി. കാരണം ഞങ്ങൾ ഓർത്ത് ഇനി വാഹനം കത്ത് പിടിക്കുമോ എന്നുള്ള ഒരു പേടിയായി. ഒരു ഓറഞ്ച് നിറം കണ്ടപ്പോൾ ഞാൻ ഓർത്ത് വണ്ടി ഇപ്പോൾ തീ പിടിക്കുമായിരിക്കും.